വെൽക്കം ടു മായാലോകം. ഇത് ഡേ 3 അർമേനിയയിലെ ബാക്കി ഭാഗങ്ങളാണ്. അത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് പോയി കാണണേ. ഗൈഡ് മെലീൻ ഞങ്ങളെ ഉച്ചഭക്ഷണത്തിനായി കൊണ്ടുപോയത് മിക്കാറ്റൂൻ എന്ന റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു. അർമേനിയയിലെ ഒഹാനവൻ ഗ്രാമത്തിലാണ് മിക്കാറ്റൂൻ. യെരവനിൽ നിന്ന് ഏകദേശം 26 കിലോമീറ്റർ അകലെയാണിത്. ഇവിടെ റെസ്റ്റോറൻറ്റ് മാത്രമല്ല, താമസ സൗകര്യവുമുണ്ട്. ഇവിടെ എന്താ പരിപാടി? ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ മനോഹരമായ ഒരു മാരേജ് പ്രപ്പോസലും കണ്ടു. അവിടെ വെച്ച് ഞങ്ങളുടെ സുഹൃത്ത് പ്രവീൺ ഭാര്യയെ സന്തോഷിപ്പിക്കാനായി പ്രപ്പോസ് ചെയ്തു. ആ കാഴ്ചയും വളരെ മനോഹരമായി തോന്നി. ആ വീഡിയോ കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നു. എടുത്തിട്ട് വരുന്നു. റെസ്റ്റോറൻറ്റിലേക്ക് കയറി ഭക്ഷണത്തിന് ഓർഡർ നൽകിയതിന് ശേഷം ഭക്ഷണം തയ്യാറാകാൻ വേണ്ട സമയം ഗൈഡ് മെലീൻ റെസ്റ്റോറൻറ്റിൻ്റെ പ്രദേശത്ത് ഒരു ചാപ്പൽ ഉണ്ട് എന്നും പോയി കാണാമോ എന്നും ചോദിച്ചു. 13-ാം നൂറ്റാണ്ടിലെ ചാപ്പലാണത്. ഈ ചാപ്പലിനെ ഒന്നിലധികം തവണ ഭൂകമ്പം ബാധിച്ചിട്ടുണ്ട്. ഈ ഹോട്ടൽ സമുച്ചയം നിർമ്മിച്ചവർ പിൽക്കാലത്ത് ഇത് കണ്ടെത്തുകയും പുനർനിർമ്മിക്കുകയും ചെയ്തു. ചാപ്പലിലേക്ക് പോകാൻ ഈ ഹോട്ടൽ സമുച്ചയത്തിലൂടെ മാത്രമേ സാധിക്കൂ. വളഞ്ഞു പുളഞ്ഞ ഒരു സ്റ്റെയർകേസിലൂടെയാണ് നമ്മൾ ഈ കൽപ്പടവിലേക്ക് ഇറങ്ങിയത്. വാടോ, ഇറങ്ങി. ആര്? ഇവിടെ വാ, താടുവാ. സഞ്ചം ഈ താഴ്വരയിലൂടെ ഖസാക്ക് നദി ഒഴുകുന്നുണ്ട്. ദൂരെയായി ഹോവന വാങ് മൊണാസ്ട്രിയും കാണാം. ഇത് നമ്മൾ പോയ വല്ല പള്ളിയാണോ കാണണേ? പോകാൻ പോകുന്നതാ? മുളക് ഞാൻ വിചാരിച്ചു ചാപ്പൽ കാണുമ്പോൾ അപ്പുറത്തെ ചാപ്പലിലൊന്ന് പോയിട്ട് വരാന്ന്. ഇന്നലെ ഒരു പാടുമില്ലായിരുന്നു. ഇന്ന് എനിക്ക് മുട്ട് പിടിക്കുന്നു. പക്ഷെ നല്ല ഭംഗിയായിട്ടാ. വരാണ്ട് പോയ ഒരു പയ്യെ പോവാം. എന്തിനും മോളെ തിരിച്ചു കയറണേ? നമ്മളെ കൊണ്ടുവരാനാ? കുറച്ച് പാടുപെടും നീ. നമ്മളെ കൊണ്ടുവരാൻ
അയ്യോ ഇവിടെ എന്ത് കുത്തിന്, ഇതിവിടെ ഇറങ്ങാൻ ഇത്തിരി പാടുണ്ട്. ബ്രിഡ്ജും ഉണ്ടോ? ഈശ്വരാ, ബ്രിഡ്ജാറ്റ പൊട്ടണമെങ്കിൽ കുറെ വെയിറ്റ് കൊടുക്കണ്ട പിള്ളേര്. ഈശ്വരാ, ഈ തടി ഒടിഞ്ഞു പോണെങ്കിൽ. വളരെ കഷ്ടപ്പെട്ട് നമ്മൾ ആ ചെറിയ ചാപ്പലിലേക്ക് എത്തിച്ചേർന്നു. പുരാതനമായ ഒരു ചാപ്പലാണ്. പാറയിലാണ് ഇത് കൊത്തിയെടുത്തിരിക്കുന്നത്. പച്ചപ്പിൽ പൊതിഞ്ഞ് മലഞ്ചെരുവിൽ അതിമനോഹരമായി ആ ചാപ്പൽ തലയെടുപ്പോടെ നിൽക്കുന്നത് കണ്ടു. അവിടെ വിശ്രമിക്കാനായി ബെഞ്ചുകൾ ഇട്ടിട്ടുണ്ട്. കുറച്ചു നേരം അവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ തിരികെ മുകളിലേക്ക് കയറി. റോസയാണല്ലേ? എനിക്ക് കുറച്ച് അതും പാറേനെ മുകളിൽ തന്നെയല്ലേ? പാട്ട് എങ്ങനെ എത്താറായതുകൊണ്ട് യോധയില് ജഗതി പറയും പോലെ അമ്മ കനത്തിൽ എന്തെങ്കിലും എടുത്തോന്ന്. ഇതൊക്കെ അത് ക്ലീനാക്കി ഇട്ടൂടെ ഈ വള്ളികളൊക്കെ? എന്റെ ആഗ്രഹമല്ലേ പറഞ്ഞത്. ഇപ്പോ ഞാൻ പക്ഷെ നേരെ വരും. നമ്മൾ പോയപ്പോ ഈ വഴി കൂടെ അല്ലല്ലോ പോയേ. ഇത് വേറെ വഴിയാ? മുകളിലെത്തിയപ്പോൾ ഫുഡൊക്കെ റെഡിയായിരുന്നു.
ഉച്ചഭക്ഷണത്തിന് ശേഷം ഹോവനവാങ് മൊണാസ്ട്രിയിലേക്കാണ് പോയത്. Charging, right? By Gregory the Illuminator in the 4th century and buried here. Okay. ഹോവനവാങ് അരഗസോഡ് പ്രവേശിയിലെ ഒഹനവൻ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മധ്യകാല ആശ്രമമാണ്. കുത്തനെയുള്ള മലഞ്ചെരിവിന് മുകളിൽ ഗാംഭീര്യത്തോടെ ഉയർന്നു നിൽക്കുന്നതാണ് ഹോവനവാങ് മൊണാസ്ട്രി. ഖസാക് നദീ തടത്തിനരികിലാണ് ഇത് നിലകൊള്ളുന്നത്. ആഴമുള്ള മലയിടുക്കിലൂടെ ഖസാക് നദി ഒഴുകുന്നു. ലോകത്തിലെ ആദ്യ ക്രിസ്ത്യൻ രാഷ്ട്രമായി അർമേനിയെ സ്ഥാനപ്പെടുത്തിയ സെന്റ് ഗ്രിഗറി ദ ഇലുമിനേറ്റർ ആണ് 4-ാം നൂറ്റാണ്ടിൽ ഇവിടം സ്ഥാപിച്ചത്. അദ്ദേഹം പ്രശസ്തനായ യോഹന്നാൻ സ്നാപകന്റെ ബാപ്റ്റിസം ചെയ്ത അവശിഷ്ടങ്ങൾ ഈ സ്ഥലത്ത് മറവ് ചെയ്തു. അതുകൊണ്ടാണ് ഇവിടം ഹോവനവാങ് എന്നറിയപ്പെടുന്നത്. ഈ ആശ്രമ സമുച്ചയത്തിന്റെ ഏറ്റവും പുരാതനമായ ഭാഗം സെന്റ് കാരാപ്പറ്റ് എന്ന പള്ളിയാണ്. പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ആദ്യം എത്തുന്നത് ഒരു ഹാൾവേയിലേക്കാണ്. 1250 വാച്ചുദിയന്റെ മകൻ കുർദ് വാച്ചുദിയനാണ് ഈ ഭാഗം പണി കഴിപ്പിച്ചത്. ഇത് 4 നിരകളുള്ള ഒരു വലിയ സെൻട്രൽ ഹാളാണ്. മധ്യഭാഗത്തായി ഒരു വലിയ ഡോമുമുണ്ട്. 12 ദ്വാരങ്ങളോടുകൂടിയ ഈ ഡോമിൽ കൂടെ പ്രകാശം അകത്തേക്ക് കയറുന്നു. വളരെ സമ്പന്നമായ കൊത്തുപണികൾ കൊണ്ട് ഇവിടം വ്യത്യസ്തമായിരുന്നു. ഹാൾവേയിൽ കൂടെ നടന്നു നീങ്ങുമ്പോൾ നമ്മൾ എത്തുന്നത് ആശ്രമത്തിൻ്റെ പ്രധാന പള്ളിയായ കത്തോലിക്ക പള്ളിയിലേക്കാണ്. 13-ാം നൂറ്റാണ്ടിൽ വാച്ചുദിയനാണ് ഇവിടം നിർമ്മിച്ചത്. ഏകദേശം 2 മീറ്റർ ഉയരമുള്ള ടഫ് ബ്ലോക്കുകൾ കൊണ്ടാണ് ഇവിടം നിർമ്മിച്ചിരിക്കുന്നത്. കത്തീഡ്രലിൻ്റെ ഉൾഭാഗം നന്നായി അലങ്കരിച്ചിട്ടുമുണ്ട്. ഈ വാതിലിലൂടെ നമ്മൾ ഉള്ളിലേക്ക് കടക്കുമ്പോൾ 4-ാം സെഞ്ചുറിയിൽ ഗ്രിഗറി ദ ഇലുമിനേറ്റർ പണി കഴിപ്പിച്ച പള്ളിയുടെ പ്രധാനപ്പെട്ട ഒരിടത്തേക്ക് എത്തും. ഐതിഹ്യമനുസരിച്ച് യേശുവിനെ സ്നാനം ചെയ്തത് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പുകൾ ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ബാപ്റ്റിസം ചെയ്ത ആള് സെൻറ്റ് ഗ്രെഗറി എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ ദിവസം പോയില്ലായിരുന്നു. ആ പ്രീസ്റ്റ് ആണ് ഈ ചേർച്ച് ഉണ്ടാക്കിയത്. അതിൻ്റെ ബേസിസിലാണ് ഇവരിത് ഈ ഐ തിങ്ക് 4th സെഞ്ചുറിയിലാണ് ഇത് ഉണ്ടാക്കിയത്. 4th സെഞ്ചുറി എന്ന് പറയുന്നത് 400. വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ. മഠത്തിൽ ഒരു സെക്കൻഡറി സ്കൂൾ, അവിടെ തത്വചിന്ത, സംഗീതം, ഭാഷാശാസ്ത്രം എന്നിവ പഠിപ്പിച്ചിരുന്നു. നിരവധി കൈയെഴുത്തു പ്രതികൾ ഇവിടെ നിർമ്മിക്കപ്പെട്ടു. മെസ്റോപ്പ് മാഷ്ടോട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്നും അത് സൂക്ഷിച്ചിരിക്കുന്നു. ആശ്രമത്തിന് കീഴെ ഒരു വലിയ ഗുഹയുണ്ട്. ബോട്ട് പോയി എനിക്ക് എടുക്കണമെങ്കിൽ കാണണമെങ്കിൽ പോയത്.
വരുന്നുണ്ടെന്ന്, അതുകൊണ്ട് പോലെ I got a son.